ഞാൻ ഈ യൂട്യൂബിൽ പലപ്പോഴും നടന്മാരുടെ സിനിമാ പ്രൊമോഷൻ ഇൻ്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ബേസിൽ വന്നിരുന്ന് സംസാരിക്കും, ധ്യാൻ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ ഈ വളരെ റീസെൻ്റ് ആയിട്ടാണ് ഈ ധീരൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ജഗദീഷ്, മനോജ് കെ ജയൻ, അശോകൻ ഇവരെല്ലാവരും കൂടി വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ സംസാരത്തിൽ ജഗദീഷ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു, ധീരൻ എന്ന് പറയുന്ന പടം ഭയങ്കര യുണീക്ക് ആയിരിക്കും, ഹിറ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷയോട് കൂട്ടാണ് ഈ പടം ഞാൻ കാണാൻ പോയത്. ഞാനിത് OTT-യിലാണ് കണ്ടത്. പക്ഷേ എൻ്റെ പ്രതീക്ഷയ്ക്ക് വളരെ വിരുദ്ധമായിട്ട് വളരെ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ധീരൻ എനിക്ക് തോന്നിയത്. ഇതിൽ കഥയെക്കുറിച്ചൊന്നും അങ്ങനെ പറയാനില്ല. ധീരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് നമ്മുടെ രാജേഷ് മാധവൻ പോർട്രേ ചെയ്യുന്നത്. പുള്ളിയുടെ ലൈഫിലുള്ള കുറേ ഇൻസിഡൻസ്, പുള്ളി ആരൊക്കെയോ പിടിക്കുന്നു, ആരൊക്കെയോ ചേസ് ചെയ്യുന്നു, കുറേ ഗുണ്ടകൾ വരുന്നു. എനിക്ക് തോന്നിയത് എന്താണെങ്കിൽ ഈ നമ്മുടെ മനോജ് കെ ജയനും അശോകനും അതുപോലുള്ളവരൊക്കെ 90s-ലെ ആൾക്കാരെല്ലാവരും കൂടി കൂടിയിരുന്നപ്പോൾ അവരൊരു പിക്നിക്കിന് പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നു. അതിനിടയിൽ കൂടി ഒരു പടം എടുക്കാം, എന്നാൽ ഷൂട്ടിങ്ങും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വെറുതെ ഒരു പടം എടുത്ത് വെച്ച പോലെയാണ് എനിക്ക് തോന്നിയത് ബേസിക്കലി. ഇതിലാകെ വളരെ ഡിഫറൻ്റ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ധീരൻ എന്ന് പറയുന്ന രാജേഷ് മാധവന് ഒരു കാമുകയുണ്ട്. ആ കാമുകയുടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. പുള്ളിക്കാരത്തി ഈ രാജേഷ് മാധവനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാനൊന്നും വയ്യ, എനിക്ക് ഫിസിക്കൽ റിലേഷൻ മാത്രമേ താല്പര്യമുള്ളൂ എന്നുള്ളത്. ഈ സദാചാരവാദികളൊക്കെ എങ്ങനെ പറയുന്നറിയില്ല, പക്ഷേ അങ്ങനെയും ആൾക്കാരുണ്ട് സ്ത്രീകളുടെ സൈഡിൽ നിന്ന്, അങ്ങനെയും ബന്ധം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു സ്റ്റാൻഡും അത് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ട് തോന്നി. പിന്നെ നിങ്ങളൊക്കെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവും, കേരളവും തമിഴ്നാടും ഒരുമിച്ച് പശ്ചാത്തലമായിട്ടുള്ളത്. ഇവിടുന്ന് ആ നാട്ടിലേക്ക് പോകുന്നു, അയാളുടെ പിന്നാലെ കുറേ ആൾക്കാർ പോകുന്നു, കുറേ ഗുണ്ടകൾ വരുന്നു, കുറേ വെടിവെപ്പ്, കുറേ ബോംബ്. ഈ സെയിം പാറ്റേണിൽ ടെംപ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു പടമാണ് ധീരൻ. പ്രത്യേകിച്ചൊന്നുമില്ല, കണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു വികാരമൊന്നും തോന്നാനില്ല. വെറുതെ വേറെ പണിയൊന്നുമില്ല, സമയം പോകണമെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാം. അതാണ് ധീരൻ. പിന്നെ അങ്ങനെ നോക്കിയാൽ തെറ്റ് എൻ്റെ ഭാഗത്തുണ്ട്. ഈ പറയുന്ന പോലെ സിനിമ പ്രൊമോഷൻ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് തല വെക്കരുതെന്ന് ഞാനും പഠിക്കണം. അപ്പോൾ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഈ പ്രൊമോഷൻസ് കണ്ടുകൊണ്ട് മാത്രം ഒരു സിനിമയ്ക്ക് തല വെക്കരുതെന്നുള്ളതും ധീരൻ എന്നെ പഠിപ്പിച്ചു. പക്ഷേ ഇതെല്ലാം എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. നിങ്ങളെ സിനിമ കാണുന്നതിൽ നിന്നും ഒരാളും തടയാൻ പോകുന്നില്ല. ധൈര്യപൂർവ്വം ധീരനായി പോയി സിനിമ കാണൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പങ്കുവയ്ക്കൂ.